ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു അടിപൊളി കട്ട്ലറ്റ് കണ്ടാലോ? നമ്മൾ ഈ നോമ്പിന് എന്തായാലും സമൂസ കട്ട്ലറ്റെല്ലാം ഒഴിച്ചുകൂടാനാവാത്തതല്ലേ. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ഉണ്ടല്ലോ, അതൊന്ന് കുക്ക് ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അതൊന്ന് എന്താ പറയുക ഷ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് വേവിച്ചതിന് ശേഷം കുറച്ചൊന്ന് ഓയിൽ ഫ്രൈ ആക്കി എടുത്തത്. അധികം പൊരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒന്ന് ഓയിലൊന്ന് വാട്ടിയെടുക്കുന്നെല്ലാം പറയില്ല, അതുപോലെ. ഇനിയിപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാനിതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം. അത് ഞാനിപ്പോൾ 3 കളറും എടുത്തിട്ടുണ്ട്. 3 കളറും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കുറച്ചായിട്ട് 3 കളറും കൂടിയിട്ട് ഒരു കപ്പോളം ഉണ്ടാവും. പിന്നെ ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തത്. മല്ലിയില എന്തായാലും കുറച്ച് അധികം വേണം, ഒരു കൈപ്പിടി നിറയെ വേണം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിലും പൊട്ടാറ്റോ എല്ലാം വേവിക്കുമ്പോൾ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു പിടി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് എന്തായാലും വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം ഇടേണ്ടതായിരുന്നു, അത് മറന്നു പോയതാ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ എല്ലാം നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ സമയം കൊണ്ട്. അപ്പോൾ ഇന്ന് രാത്രി എന്താ പറയുക, വലിയ നോമ്പോറ അരി റൊട്ടിയും ചിക്കൻ സ്റ്റൂ ആണ്. പിന്നെ എൻ്റെ ബ്രോ ഇന്നിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിന്. അപ്പോൾ നോമ്പ് തുറക്കാനൊന്നും ഉണ്ടാവില്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ടേ വരും, ഒരു രാത്രി ഡിന്നറിൻ്റെ എല്ലാ സമയത്ത്. അപ്പം പെട്ടെന്നല്ല പറയാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള അരി റൊട്ടിയും ഇതെല്ലാം എന്താ പറയുക, അധികം സ്നാക്സൊന്നും അങ്ങനെയൊന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ ഇതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റൂ റെഡിയാക്കി അതിൽ കാച്ചി വയ്ക്കലെല്ലാം കഴിഞ്ഞ്. പിന്നെ അരി റൊട്ടി എല്ലാം ചുട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരും ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു കടിയും ഒരു റൊട്ടി കറി, ഞാൻ പറഞ്ഞില്ല മുമ്പത്തെ വീഡിയോയിലെല്ലാം, അത്രേ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ അധികവും ഇങ്ങനെ അരി റൊട്ടിയും നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലും റൈസ് അങ്ങനത്തെ എല്ലാം തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ കട്ട്ലറ്റെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും ഇന്ന് ഉണ്ടാക്കുമൊന്നുമില്ല, കുറച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെക്കും. അപ്പോൾ ഇന്ന് ആവശ്യത്തിനുള്ള മാത്രമേ എടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കുന്നുള്ളൂ. അപ്പോൾ മുട്ടയിലോ ബ്രെഡ് ക്രംസിലെല്ലാം ഒന്ന് മുക്കിയിട്ട് ചൂടായ ഓയിലിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനൊരു കട്ട്ലറ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനിയിപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറ്റേ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രീസറിലെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കിയ എന്താ പറയുക, ഉരുട്ടി എടുത്തിട്ടുള്ള ആ ഒരു സമയം തന്നെ ഫ്രഷായിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് എനിക്കെന്തോ അങ്ങനെ കിട്ടലില്ല. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പിന്നെ കുറച്ചധികം ആക്കി വെക്കുന്നതേ ഉള്ളൂ, എപ്പോഴും ഇങ്ങനെ ഇതന്നെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ഉടനെ ഫ്രൈ ആക്കിയിട്ടുള്ളത്. ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കോരിയെടുക്കട്ടെ. പിന്നെ ഇതിന്ന് കുറച്ചെടുത്തിട്ട് എൻ്റെ നൈബർക്കും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് റോള് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഫ്രീസറിൽ ഉണ്ടായിരുന്നു, അതിപ്പോൾ
ഇതിൻ്റെ കൂടെ എടുത്ത് പൊരിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ബ്രെഡ് പുഡിങ്ങാണ്, ഒരു അറേബ്യൻ പുഡിങ്. അപ്പോൾ നമ്മളെ ഷോപ്പിലുള്ള ആൾക്കാർക്കെല്ലാം ഞാൻ നോമ്പിന് എപ്പോഴും ഒരു റൈസ്, ഒരു ചോറുണ്ടാക്കിയിട്ട് കൊടുക്കും. സ്നാക്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ കുറേ എല്ലാം പാകിസ്ഥാനികളെല്ലാം. അപ്പോൾ അവർക്ക് ബിരിയാണിയും അങ്ങനത്തെ എല്ലാം ഇഷ്ടം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിരിയാണി തന്നെയായിരുന്നു കൊടുത്തത്. അപ്പോൾ സ്നാക്സ് ഒന്നും വേണ്ട, ഒരൊറ്റൊരു ചോറ് മാത്രം. അപ്പോൾ ഒരു ചെമ്പ് നിറയെ ചോറുണ്ടാക്കിയിട്ട് കുറേ പേരുണ്ട് അവർ. അപ്പോൾ അവരങ്ങനെ അങ്ങ് എടുത്തോളും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്, ഇന്നല്ല, ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ അവർക്ക് കൊടുത്തത് ചെമ്മീൻ്റെ ചോറായിരുന്നു. അപ്പോൾ അന്ന് നോമ്പോറിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടില്ലേ, അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായ ഹസ് പറഞ്ഞു അതന്നെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ പിന്നെ അവർക്ക് പുഡിങ്ങും വേണമെന്ന് പറഞ്ഞിട്ട് ഒരു അറേബ്യൻ പുഡിങ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് രണ്ടും ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ എന്താ പറയുക റെസിപ്പി ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ റീലും ഷോർട്ട് വീഡിയോയിലും ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിൽ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കട്ട്ലറ്റ് മറക്കണ്ട, എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.